ശുക്രനും രാഹുവും തമ്മിലുള്ള ഒരു യുതി അവിടെ ഏപ്രിൽ 25 വരെയുള്ള സമയങ്ങളിൽ നടക്കുന്നത് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇത്തവണ ഗ്രഹണ സമയത്ത് ഇങ്ങനെയുള്ള ഈ 3 ഗ്രഹങ്ങളുടെ ഒരു യുതി നമ്മളതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. പലതരത്തിലും ശുക്രനും രാഹുവുമുള്ള ഈ ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ യുതി എന്നത് നമുക്ക് സാമ്പത്തിക ലാഭം, നേട്ടങ്ങൾ കൊണ്ടുതരുന്നതാണ്. നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഈ യോഗം നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നല്ല ഭാവങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫിനാൻഷ്യൽ ഗ്രോത്ത് തരാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇത്തവണത്തെ ഈ ഒരു ഗോചര സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഗ്രഹണം വരുന്നുണ്ട് എന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് ഇപ്പോഴേ കുറച്ചായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഏത് കാര്യവും അമിതമാകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ശുക്രനും രാഹുവും ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു തരത്തിൽ ഒരു അട്രാക്ഷനെ, ഒരു ഓപ്പോസിറ്റ് ജെൻഡർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കും.